ഭാരതരി വിതരണം പാലക്കാടും ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും സപ്ലൈകോയിൽ ഈ വിലവർധനവ് രൂക്ഷമായ സാഹചര്യത്തിൽ ഈ ഭാരതരി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം ആയിരിക്കുകയാണ്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വിപണി കീഴടക്കിയിരിക്കുക തന്നെയല്ലേ ഭാരതരി? തീർച്ചയായും രജനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സപ്ലൈകോയിൽ സാധനങ്ങളൊന്നും ലഭിക്കുന്നില്ല. ലഭിക്കുന്ന സാധനങ്ങൾക്കാണെങ്കിൽ വലിയ പൊള്ളുന്ന വിലയും ഉള്ള ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ ഭാരത് അരിയുടെ വിതരണം പാലക്കാട് ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും പാലക്കാട് FCCIയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഭാരത് അരി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കാണ് ഈ ആദ്യ ദിനം തന്നെ ജില്ലയിൽ അരി വാങ്ങാനായി കാണുന്നത്. നിരവധി ആളുകളാണ് 10 കിലോയുടെ 29 രൂപയ്ക്ക് ലഭിക്കുന്ന 10 കിലോയുടെ പാക്കറ്റുകൾ വാങ്ങുന്നതിനായി എത്തിയിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഒരു അരി ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം. എത്രത്തോളം സന്തോഷമാണ് ഈ ഒരു അരി? വളരെ വളരെ സന്തോഷമാണ്. മാർക്കറ്റ് വിലയെക്കാട്ടും പകുതി വിലയ്ക്ക് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമാണ്. പൊള്ളുന്ന വിലയാണ്. പൊള്ളുന്ന വിലയാണ്. ഈ അരി കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്നു, എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്? സന്തോഷമുള്ള കാര്യം. 29 രൂപയ്ക്ക് അരി ലഭിക്കുന്നത് എത്രത്തോളം പൊള്ളുന്ന വിലയാണ് മാർക്കറ്റിൽ? അതെ അതെ. ഇപ്പം എന്താ പറയുക, വളരെ ഉപകാരം, വളരെ സന്തോഷം. 29 അരി കിട്ടുന്നതിൽ തന്നെയാണ്. അച്ഛാ, 29 ഉറുപ്പിക്കാണ് അരി കിട്ടുന്നത്. കുറഞ്ഞ പൈസ കിട്ടും. 29 രൂപയ്ക്ക് മാർക്കറ്റ് കിട്ടില്ലല്ലോ. മാത്രം പോരാല്ലോ, ഇതുകൊണ്ട് ചോറ് വെക്കാം, കറി വെക്കാൻ ചെയ്യും. സാധനമില്ല, എവിടെ ഒന്നുമില്ലല്ലോ. അവിടെ കട തുറന്നിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. ഏതാണ് സപ്ലൈകോയിലെ കട തുറന്ന് പൂട്ടി വെച്ചിരിക്കുന്നു എന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു വിമർശനവും ആളുകൾ ഈ അരി വാങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്. ഏതായാലും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C കൃഷ്ണകുമാർ അദ്ദേഹം ചേരുന്നുണ്ട്. ഈ അരി വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ജില്ലയിൽ വലിയ തിരക്ക് കാണുന്നുണ്ട്. എത്രത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമുള്ള കാര്യമാണ്? ജനങ്ങളെ സംബന്ധിച്ചോളം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്ന സമയം സപ്ലൈകോ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുക. എല്ലാ ടാക്സുകളും നികുതികളും എല്ലാം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുക. ക്ഷേമ പെൻഷനുകൾ കിട്ടാത്ത സാഹചര്യം. ഈ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഈ തീരുമാനം വരുന്നത്. പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ചുരുങ്ങിയ വിലയ്ക്ക് അരി ലഭിക്കുക എന്നുള്ളത്. മോദി സർക്കാരിനോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. 29 രൂപയ്ക്ക് അരി കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങളുടെ പാവപ്പെട്ട പോലുള്ളവർക്ക് ഇതൊരു സഹായം തന്നെയാണ്. പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഈ 29 രൂപയ്ക്ക് അരി വാങ്ങിക്കുന്നു. കൂടുതലും സ്ത്രീകളെ കാണുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ, വീട്ടമ്മ എന്ന നിലയിലൊക്കെ എത്രത്തോളം ഇത് ഉപകാരപ്രദമുള്ള കാര്യമായിരിക്കും? ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ഭാരം മുഴുവൻ സ്ത്രീകളുടെ തലയിലാണ്. അപ്പോൾ ഇത് ഒരു മാസത്തെ ചെലവ് കേന്ദ്രീകരിക്കുക എന്നുള്ളത് പറയുന്ന സമയത്ത് 290 രൂപയ്ക്ക് 10 കിലോ അരി കിട്ടുക എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ആ വീട്ടിലെ ജോലികളും മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ മോഡി സർക്കാരിൻ്റെ ഈ അരി വാങ്ങുന്നത്. തീർച്ചയായിട്ടും മോഡി സർക്കാരിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വളരെ നന്ദിയാണ്. കാരണം ഇതുപോലെയുള്ള അരി മാത്രമല്ല, ഇനിയുള്ള പലവ്യഞ്ജനങ്ങളും ഇത്തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗുണപ്രദമാണ്. സപ്ലൈകോയിൽ ഒരു സാധനവും കിട്ടാനുമില്ല. കിട്ടുന്ന സാധനങ്ങൾക്കാണ് ഈ പൊള്ളുന്ന വില. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അരി വിതരണം നടക്കുന്നത്. അതെ അതെ. സപ്ലൈകോയിൽ ഒരു സാധനം കിട്ടാനില്ല. കുറച്ച് വർഷങ്ങളായി സപ്ലൈകോ എന്ന് വാങ്ങുന്ന സ്ത്രീകൾ ഇപ്പൊ അവിടെ പോയാൽ തിരിച്ച് മടങ്ങി വരികയാണ്. അപ്പോൾ അത് കിട്ടുന്നില്ല. തീർച്ചയായിട്ടും പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ യഥാസ്ഥിതി 5 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ആ പെൻഷൻ കിട്ടാത്തതിൻ്റെ കാരണം ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് നേരിടുന്നത് സ്ത്രീകളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള 290 രൂപയുടെ അരി കൊടുക്കുന്നത്. അത് നിരന്തരം കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥ ബഹുമാനായ നമ്മുടെ കേന്ദ്രമന്ത്രിമാരോട് ആവശ്യപ്പെടുകയും നരേന്ദ്രമോദിജിയോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത് നിരന്തരമായി ലഭിക്കുകയാണെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആശ്വാസമാവുന്ന കാര്യമാണ്. നേരത്തെ ആളുകൾ പറയുന്നത് പോലെ സപ്ലൈകോയിലാണെങ്കിൽ സാധനങ്ങൾ ലഭിക്കാനില്ല, പെൻഷൻ ആണെങ്കിൽ മുടങ്ങിയിട്ട് 5 മാസത്തോളമായി. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിൽ കുറഞ്ഞ പൈസയ്ക്ക് അരി ലഭിക്കുന്നു എന്നുള്ളത് ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാവുന്ന കാര്യമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ ഈ അരി വിതരണം 10 മണി മുതലാണ് ആരംഭിച്ചത്. അരി വിതരണം ആരംഭിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിരവധി ആളുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയൊരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. വലിയൊരു നീണ്ട നിരയാണ് ഈ ഭാരതരി വാങ്ങുവാൻ വേണ്ടി എത്തുന്നവരുടെ.
തീർച്ചയായും വലിയ തിരക്കാണ്. വളരെ നേരത്തെ മുതൽ തന്നെ ധാരാളം ആളുകൾ ഈ അരി വാങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ഇത്തരത്തിൽ വലിയ ആശ്വാസമാവുന്ന കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ എത്തിയിരിക്കുന്നത്. എപ്പോൾ വന്ന് നിൽക്കുന്നതാണ്? ഞാനിപ്പോൾ അരമണിക്കൂറായി. കുറച്ച് കാത്തു നിന്നാലും കുഴപ്പമില്ല. കാത്തു നിന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നുണ്ടല്ലോ അവര്, അതേ വലിയ കാര്യം. 29 രൂപയ്ക്ക് അരി ലഭിക്കുന്ന വലിയ കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും 43-55 രൂപ കൊടുത്തിട്ടല്ലേ അരി മേടിച്ചിട്ട് കഴിയുന്നത്. 29 രൂപ പറഞ്ഞാൽ അതൊരു സഹായം തന്നെയല്ലേ. അരിവില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു താങ്ക്സ് തന്നെ മോദിക്ക്. വലിയ ആശ്വാസമുള്ള കാര്യമാണ്. വലിയ ആശ്വാസമുള്ള കാര്യം തന്നെ. ഇത് മോഡി ചെയ്ത് വലിയ കാര്യം തന്നെയാണ്. വലിയ ആശ്വാസം. സന്തോഷം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നിൽക്കാൻ? നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായോ? ഇല്ല, കുറച്ച് നേരമായിട്ടില്ല, കുഴപ്പമില്ല. ഏതായാലും അത്തരത്തിൽ ധാരാളം ആളുകളാണ് ഈ അരി വാങ്ങുന്നതിനായി കാത്തു നിൽക്കുന്നത്. എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. നരേന്ദ്രമോദിക്ക് നന്ദി ഉൾപ്പെടെ എല്ലാവരും പറയുന്നു എന്നുള്ളതും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ദിവസവും അരിവില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് വീട്ടമ്മമാർ ഉൾപ്പെടെ പറയുന്നത്. കൃത്യമായിട്ട് അവർക്ക് അതിൻ്റെ വില ഉൾപ്പെടെ അറിയുന്നതാണ്. കാരണം ഒരു മാസം കുടുംബച്ചെലവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ കുടുംബച്ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി അരിവില ഓരോ ദിവസവും മാർക്കറ്റിൽ കൂടുന്ന വേളയിലാണ് കുറഞ്ഞ വിലയ്ക്ക് ഇത്തരത്തിൽ അരി ലഭിക്കുന്നത് എന്നുള്ളതാണ്. എത്രത്തോളം സന്തോഷമുണ്ട് ഈ 29 രൂപയ്ക്ക് അരി? വളരെ സന്തോഷമുണ്ട്. കാരണം 60-65 രൂപയൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കുന്നത്. ഇത് 29 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. നല്ല സന്തോഷം. നല്ല അഭിപ്രായം തന്നെ, നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. 60-65 രൂപ അരി വെക്കുമ്പോൾ 29 രൂപയ്ക്ക് കൊടുക്കുന്ന തന്നെ വലിയൊരു കാര്യം തന്നെ. തന്നെയാണ്. ഏതായാലും ഒരുപാട് ആളുകൾ, പല സാധാരണക്കാരായ ആളുകളെയാണ് നമുക്ക് ഈ ക്യൂവിലൊക്കെ കാണാൻ കഴിയുന്നത്. വളരെ സാധാരണക്കാരിലും സാധാരണക്കാരായ ആളുകളെയാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അമ്മമാരുണ്ട്, ചേട്ടന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ക്യൂ ഒരുപാട് ഈ സ്റ്റേഡിയം ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ള ക്യൂ റോഡിൻ്റെ അങ്ങേ അറ്റം വരെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്രയേറെ ആളുകൾ കുറേ നേരമായി, പലരും മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു അരി വാങ്ങുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു പദ്ധതി ഭാരത് റൈസ് എന്നുള്ളത് വലിയ രീതിയിൽ ജനം ഏറ്റെടുക്കുന്നു. ജനങ്ങളെ ഭാരത് റൈസ് എന്നുള്ളത് ജനം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ രാഷ്ട്രീയം കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രചരണമാണ്. എന്നാൽ ഇത്രയധികം ജനങ്ങൾ പറയുന്നുണ്ട് 59 രൂപ 69 രൂപയ്ക്കൊന്നും അരി വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ടാണ് ഇത്രയും 29 രൂപയ്ക്ക് കിട്ടുന്ന അരി വാങ്ങിക്കുവാൻ വേണ്ടി, ഭാരത് അരി വാങ്ങിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ആ നീണ്ട നിര കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ അരി ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള കാര്യം. ഒപ്പം പിണറായി സർക്കാരിനായിട്ട് കനത്ത ഒരു തിരിച്ചടി കൂടി ആയിരിക്കുന്നു. അത് പറയാനുള്ള കാരണം കെ അരി എന്ന് പറഞ്ഞ വേണ്ടൊരു അരി ഈ സർക്കാർ ഇറക്കുവാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പൊടി പോലും ഇപ്പോൾ കാണാൻ പോലും ഇല്ല. തീർച്ചയായും രജനി, സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഇത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് ഈ അരി വാങ്ങുന്നതിന് വേണ്ടി ഇത്രയേറെ ആളുകൾ കാത്തു നിൽക്കുന്നു. ഒരുപാട് അമ്മമാരുണ്ട്. എത്രത്തോളം 29 രൂപയ്ക്ക് അരി ലഭിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. വലിയ കാര്യം 60-50 അരി 29 രൂപയ്ക്ക് കിട്ടുമ്പോൾ വലിയ കാര്യം. 50-58 രൂപയല്ലേ ഇപ്പൊ അരി. ഇപ്പൊ അത് ലാഭമല്ലേ അത്. സന്തോഷമുള്ള കാര്യം. വളരെ സന്തോഷം. പാവങ്ങൾക്കൊക്കെ സന്തോഷം. അതുതന്നെയാണ്. ഏതായാലും ആ അമ്മമാരുടെ പ്രതികരണം കേൾക്കാം രജനി. അതായത് 60-65 രൂപയാണ് മാർക്കറ്റിൽ അരി വില. അപ്പോഴാണ് 29 രൂപയ്ക്ക് ഇങ്ങനെ അരി ലഭിക്കുന്നത്. അത് കുറച്ച് ക്യൂ നിന്നാലോ അല്ലെങ്കിൽ ഒന്നും തങ്ങൾക്ക് വിരോധമില്ല. ആ അരി വാങ്ങുന്നത് അത് ഇത്തരത്തിൽ കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല പലരും എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ നമുക്കറിയാം റേഷൻ കടകൾ മുഖേനയൊക്കെ അരി വിതരണം നടക്കുമ്പോൾ അതിൽ കാർഡുകൾ നോക്കിയാണ് അരി നൽകുക. APL BPL അങ്ങനെ തുടങ്ങി കാർഡുകൾ മുഖാന്തരം മാത്രമാണ് അരി നൽകുക. പക്ഷേ ഈ ഒരു ഭാരത് റൈസ് എന്നുള്ളത് എല്ലാവർക്കും നൽകും എന്നുള്ളതും വലിയ സന്തോഷമുള്ള കാര്യമാണെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ കിടയിലുള്ള ആളുകളും, അത് സാധാരണ താഴെക്കിടയിലുള്ള ആളുകളാണെങ്കിലും ഇടത്തരക്കാരാണെങ്കിലും മധ്യവർഗമാണെങ്കിലും സമ്പന്നരാണെങ്കിലും ആർക്കും ഈ അരി വന്ന് വാങ്ങാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ അവരുടെ റേഷൻ കാർഡോ മറ്റോ ഒന്നും നോക്കുന്നില്ല. അവർ 290 രൂപ കൊടുക്കുകയാണെങ്കിൽ 10 കിലോയുടെ ഒരു പാക്കറ്റ് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അരിയുടെ പ്രത്യേകത.
പ്രത്യേകത. ഏതായാലും FCCI മുഖേന്തരം അരി വിതരണം പാലക്കാട് ജില്ലയിൽ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ജനങ്ങൾക്കൊപ്പമാണ് മോദി സർക്കാർ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിലും ഭാരത് അരി കീഴടക്കിയിരിക്കുന്നു, ജനമനസ്സുകൾ കീഴടക്കിയിരിക്കുന്നു. പാലക്കാട് വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് അരി വാങ്ങിക്കുന്നതിന് വേണ്ടി, ഭാരത് അരി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.